ഞാൻ ചിട്ടയിൽ ടോം. ഭയങ്കര ചിട്ട എനിക്ക്. ചിട്ട എന്റെ ചേട്ടനെ പോലെ എനിക്ക്. എല്ലാ ചിട്ടവട്ടങ്ങളും ഞാൻ പാലിക്കുന്നവനാണ്. ഒറ്റയ്ക്കാണ് താമസം. ഞാൻ വെളുപ്പിന് ഏർലി മോർണിംഗ് 3 o'clock ഞാൻ നടക്കാൻ പോകും. 8 കിലോമീറ്റർ നടക്കും. ചിലപ്പോൾ 10 കിലോമീറ്റർ ഓടും. കുറേ പട്ടി ഉണ്ടെങ്കിൽ. അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ചിട്ടയുടെ ഇത് വെച്ച് പറയുവാണെങ്കിൽ എൻ്റെ കൂടെ ആരും കൂടത്തില്ല. കാരണം ചിട്ടയില്ലാത്ത മനുഷ്യൻ്റെ കൂടെ ആരും കൂടത്തില്ലെന്ന് പറഞ്ഞ ഏറ്റവും വലിയ മണ്ടത്തരം കാര്യങ്ങളാണല്ലോ. അതുപോലെ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന് ഉന്നതി ഉണ്ടാവത്തുള്ളൂ. അറിയാലോ. അതിപ്പോ ഭയങ്കരമാണ് ചിട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര. നീ കുടിച്ചോ? കുടിച്ചോ? നല്ലതായിട്ട് വേറെ നിറഞ്ഞോ? 1/2 കിലോമീറ്റർ ആയാലും കൊതുക് തന്നെ കടിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എല്ലാവരും പറയും ഞാൻ സൈക്കോയാന്ന് പറഞ്ഞത്. ഇരിക്കുന്ന പോലും ഞാൻ തുടച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. ഓക്കേ, ഇരുന്നേക്കാമേ. ഓ, ഇരുന്നാ പറ്റത്തില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കഴിക്കാൻ രാവിലെ. അപ്പൊ കഴിക്കാനുള്ള സാധനം എടുക്കാം. മടക്കസാമുണ്ട്. കടയിലെ മുത്തച്ഛനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവനെ എടുത്ത് കഴിക്കാം. എന്റെ അച്ഛനെക്കാളും പ്രായമുണ്ട് മടക്കസാൻ. എനിക്ക് ഇഷ്ടം. ഓക്കേ അമ്മ, എനിക്ക് പഠിക്കണ്ട അമ്മ. എനിക്ക് വല്ലവരുടെയും വീട്ടിൽ നിന്ന് പഠിക്കണ്ട അമ്മ. ഞാൻ പറയുന്ന മര്യാദക്ക് നീ കേട്ടോണം. ഈ വീട്ടിൽ തന്നെ നിന്ന് നീ അമ്മ, എനിക്ക് ഇവിടെ നിന്ന് പഠിക്കണ്ട അമ്മ. ഇനി കൂടുതൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചവിട്ടി ഞാൻ നിന്നെ ആ കുഴിയിലിടും. പിന്നെ ഞാൻ ചെയ്യാത്തത് ഇതിനകത്ത് നീയും കൂടെ കേറണം. അതുകൊണ്ട് മാത്രം ചെയ്യാത്തത്. എനിക്ക് ഈ ചെറുക്കൻ എന്നെ നാണം കെടുത്താൻ. ഈ ചെറുക്കൻ വയനാട് മുതൽ ഞാൻ പറയുക ഈ ചെറുക്കനാണ്. അവിടെ ഇങ്ങോട്ട് വെല്ലടിച്ചാൽ പോലും കേൾക്കത്തില്ല. അതുപോലെ കരച്ചില്ല. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു. അതായത് ഞങ്ങളങ്ങ് വയനാട്ട് സുൽത്താൻ ബത്തേരിന്ന് വന്ന അണപ്പല്ലങ്ങ് നൊന്തു. ബത്തേരി എന്ന് പറഞ്ഞ ഉപ്പേരി എന്ന പോലെ ആയിപ്പോയി. എന്റെ മോൻ എൽദോ +2 ജയിച്ചവനെ അവിടെ അടുത്തെങ്ങാണോ ഒരു കോളേജിൽ വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാര്. ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് ശല്യം വന്ന്. എന്റെ മോനായോണ്ട് പറയുന്നത് അങ്ങനെ അത് ആവേശം കൂടുമ്പോ എന്റെ ഒച്ച അങ്ങ് കുറയുമ്പോ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. പിന്നെ വിചാരിച്ചു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാന്ന്. ഹോസ്റ്റലിലോ എവിടുന്നെല്ലാം വരുന്ന പിള്ളേരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷെ എന്റെ മോൻ അങ്ങനെ. ഞാനപ്പോ വിചാരിച്ചു ഇത് ഞങ്ങളുടെ സാറാ. പണ്ട് ഒരു 15 വർഷത്തിന് മുമ്പ് എന്റെ ഭർത്താവ് ചാക്കോ ഇവിടെ ജോലിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ സാറിന്റെ അടുത്ത് നിന്ന ചിട്ടാവട്ടങ്ങളൊക്കെ ഉണ്ട്. പഴയ ആൾക്കാരൊക്കെ ഇല്ല, അത് അങ്ങനെ പ്രായമുള്ളവരൊക്കെ ആകുമ്പോ അങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തി മര്യാദക്ക് നിന്ന് പഠിക്കും. പക്ഷെ കേൾക്കത്തില്ല. നീ കേൾക്കണേ എന്താണ് കൂടെ അവിടെ ചൂര് വന്നാ നീ ഇവിടെ നിന്ന് ഊരാൻ നോക്കുവാന്ന്. ഇങ്ങോട്ട് കയറി വേടാ. ഞാൻ ഊരുന്നില്ല. എന്താ സുഖമുണ്ടോ? സുഖമുണ്ട്. അതങ്ങനെ അല്ല, വല്ലവന്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടേക്കുന്ന സാധനത്തിനകത്ത് കിടന്ന് നിരക്കുമ്പോ നമുക്കൊരു സുഖം വരും. നിന്റെ തന്ത ഉണ്ടാക്കിയിട്ടേക്കുന്ന വകയല്ലേ? അങ്ങോട്ട് വന്ന് കയറിയതല്ലേ? നീ പറഞ്ഞില്ലേ ഇത് വല്ലവന്റെ വീടാന്ന്? ഇതൊന്ന് കാണിക്കുന്ന മര്യാദകളാണോ ഇത്? അച്ഛനോട് പറഞ്ഞു ഇതുപോലെ തുറന്ന് നമ്മുടെ വീട്ടിൽ മേടിച്ചിടൂല്ലോ. അച്ഛൻ അതായത് എന്റെ കെട്ടിയോ പേര് പറഞ്ഞ ചാക്കോ മേടിച്ചിടുവന്ന് ഇതുപോലൊരു സോഫ. തലയണ മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഉടുമുണ്ട് പറിച്ച് ചുമ്മാട് കെട്ടി തലക്കടി വെച്ച് കിടന്നുറങ്ങുന്നവനാ ഇവന്റെ അച്ഛൻ, അഥവാ എന്റെ കെട്ടിയോ പേര് പറഞ്ഞ ചാക്കോ. നിന്റെ അച്ഛൻ മേടിച്ചിടില്ല. അങ്ങനെ കളിയാക്കണ്ട. അച്ഛൻ്റെ നല്ല കാശുണ്ട്. കാശുണ്ട്. ചെറുക്കനെ ഈ വയനാട് വരെ എറണാകുളം വരെ കൊണ്ടുവരണം. മനുഷ്യ നിങ്ങൾ ഇച്ചിരി പൈസ തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എന്നോട് എന്റെ മുഖത്ത് നോക്കി എങ്ങനെ പറയുവാ. അമ്മയും മോനും കൂടെ മഞ്ഞക്കാട് യാത്രക്കാരുടെ മടി ബസ്സിൽ കയറുമ്പോ ഇടണം. എന്നിട്ട് പറയണ ഇവന് തന്തയില്ല, എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ല. നാട്ടുകാരെ നിങ്ങൾ എന്തെങ്കിലും പൈസ തന്ന ആ പൈസ മേടിച്ച് ഇവനെ വണ്ടിക്കൂലിക്ക് കൊണ്ടുപോടീന്ന്. അതാണ് നിന്റെ അച്ഛൻ, അഥവാ എന്റെ കെട്ടിയോൻ പേര് പറഞ്ഞ ചാക്കോ. അങ്ങനെയുള്ളപ്പോ നമ്മൾ ഇത്രയും ദൂരം വന്ന് പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമുക്ക് നാട്ടിൽ പഠിച്ചാൽ പോരായിരുന്നു. മാത്രമാണോ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എന്തായിരുന്നു പ്രശ്നം? അവിടുത്തെ സെക്യൂരിറ്റി എന്താ നമ്മളോട് പറഞ്ഞത്? ഈ നാട്ടിലെ ഏറ്റവും നല്ല ഹോസ്റ്റൽ ഈ ഹോസ്റ്റലാണ്, ഇവിടുത്തെ പിള്ളേരൊക്കെ മിടുക്കന്മാരാന്ന് അമ്മയോട് പറഞ്ഞോ? അങ്ങനെ അടിവരയിട്ട് പറയുന്ന ഹോസ്റ്റലിൽ ചേർക്കുകയേ ചെയ്യരുത്. കാരണം അവരും കൊച്ചിൻ റിഫൈനും കൂടി പുകവിടാനുള്ള മത്സരമായിരിക്കും. ഞാൻ അവിടെ പോയി നോക്കിയാ ഞാൻ നോക്കിയായിരുന്നു. നിനക്ക് അവിടെ പോണ്ട. അമ്മ, ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുമോ ഇത്രയും വലിയ വീട്ടിൽ? എനിക്ക് ഇവിടെ ഒരു കൂട്ടുകാരില്ല. എന്നൊരു കാര്യം ചെയ്യട്ടെ, എന്റെ കൂട്ടുകാരെയും കൂടി ഇവിടെ കൊണ്ടു നിർത്തട്ടെ. നീ ഇവിടെ സിനിമ കാണാൻ വന്നേക്ക് വന്നോ? ടൂറിന് വന്നേക്ക് വന്നടാ. എടാ പഠിക്കാൻ വന്നവനാണെ പഠിക്കണം. ഞാൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന് പറ. അമ്മയ്ക്കൊരു കൂട്ടുകാരുണ്ടോ? ഇത്ര നമ്മളോട് ചോദിക്കോ കൂട്ടുകാര്? എനിക്കാരും കൂട്ടുകാരൊന്നും വേണ്ട. ഇത്രയും നാള് നിന്റെ അമ്മച്ചി ജീവിച്ചത് ഒറ്റയ്ക്ക് തന്നെ. എനിക്ക് എന്താ കൂട്ടുകാരില്ലാത്തതെന്ന് നിനക്കറിയാവോ? ആരെങ്കിലും തീക്കനിൽ നക്കി നോക്കുവോ?
അതെന്തൊരു സംസാരമാണ്? നിങ്ങൾ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് കൂട്ടുകൂടിയില്ല. കണ്ടോ? ഇപ്പൊ തുടങ്ങും കള്ളക്കരച്ചില്. കള്ളക്കരച്ചിലും അത് അങ്ങ് സ്റ്റാർട്ടിങ്ങിനെ നീ എന്തോ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞത്. പിന്നെ എനിക്ക് ഈ കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടിയത് ഞാൻ പറയാം. ഈ കോളേജ് പ്രിൻസിപ്പളിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ്, സാറേ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗതിയില്ല, ഇവനെ എങ്ങനെയെങ്കിലും ഇവിടെ ചേർക്കണം എന്ന് പറഞ്ഞ് കള്ളക്കരച്ചിൽ കരഞ്ഞ് അവസാനം ആ പ്രിൻസിപ്പൾ പറഞ്ഞ് ഇവൻ ഫ്രീ ആയിട്ട് ഇവിടെ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് നാണം കെടുത്തി എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. നീ അങ്ങനെ പറയരുത്. ശരി, ആദ്യം ആ കറങ്ങുന്ന കസ ഇരുന്നോണ്ട് അവര് പറഞ്ഞായിരുന്നു അഡ്മിഷൻ തരാൻ ഫ്രീ ആയിട്ടെന്ന്. പിന്നെ അവസാനം ഇവരെന്നോട് പറയുക മാസം എന്തോ 5,000 രൂപ നിങ്ങൾ അടച്ചേ പറ്റത്തുള്ളൂ. അത് എന്തൊരു മര്യാദകൾ അവർ കാണിച്ചത്? അവര് ഫ്രീ ആയിട്ട് അഡ്മിഷൻ തരാന്ന് പറഞ്ഞപ്പോ അമ്മ എന്തിനാ തിരിഞ്ഞു നിന്ന് ചിരിച്ചത്? അതെങ്ങനെ അവരറിഞ്ഞത്? CCTV പുഴുങ്ങാൻ വെച്ചേക്കണതല്ല. പിന്നെ അത് അറിഞ്ഞില്ലേ? ഒരു ക്ലൂ തന്നോടായിരുന്നു നിനക്ക്. ക്ലൂവിന് വേണ്ടി ഞാൻ അമ്മയുടെ കാര്യമായിട്ട് ചവിട്ടിയില്ലോ. അമ്മ ഇതുപോലെ ഒരു ചവിട്ട് എനിക്കിട്ട് തന്നോ? അയ്യോ, എനിക്ക് ഇതാ സമയമില്ല. നമുക്ക് ഒന്നുകൂടെ പോയി ഒന്ന് കരഞ്ഞ് ഒന്നുകൂടെ നമുക്ക് അതിനവിടെ സിനിമയുടെ ഓഡീഷൻ നടക്കുമല്ലോ, എപ്പോഴും പോയി കരഞ്ഞു കാണിക്കാൻ വേണ്ടിട്ട്. നീ നോക്കടാ, ഈ വീടിന് എന്തോ ഒരു കുറവ്. നമ്മുടെ വീട് പോലാന്നോ? എന്തെല്ലാം സൗകര്യമുണ്ട്. അത് ശരിയാ, നമ്മുടെ വീടെടുത്ത് ഈ വീടിന് മുമ്പിൽ കൊണ്ടുവച്ചാ പുൽക്കൂടാന്ന് പറയും. മര്യാദയോടെ നീ സംസാരിക്കും. നീ പലതും പറയും. എന്റെ പൊന്നെൽതാ മോനെ, നീ ഇവിടെ നിന്ന് അന്നെ നീ എങ്ങനെയാകുമ്പോ ഒരു 70-കാരന്റെ കൂടെ ഒരു 17-കാരൻ നിൽക്കുന്ന അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കമ്മേ. അക്കടെ വിഷമം അമ്മയ്ക്ക് മനസ്സിലാവും. നീ ഒരു അന്യ വീടാന്ന് നീ വിചാരിക്കേ വേണ്ട. നിന്റെ സ്വന്തം വീടായത്. ഇവിടെ കാണുന്നത് നിന്റെ അച്ഛൻ. നീ ഒരു സ്നേഹം അങ്ങോട്ട് കൊടുത്ത് നീ സ്നേഹം ഇങ്ങോട്ട് മേടിക്കണം. ആദ്യത്തെ ഒരു വിഷമമൊക്കെ കാണത്തുള്ളടാ. നീ കണ്ടു പറഞ്ഞു അങ്ങ് നിക്കണോട്. ഇവിടെ കെട്ടിച്ചോണ്ട് വന്നേക്കുവാണോ? എന്റെ പൊന്നു മോളെ, അമ്മ പറയുന്നു. എന്റെ പൊന്നു മക്കളെ, ആദ്യത്തെ ഒരു വിഷമേ കാണത്തുള്ളൂ. നീ തന്നെ പറഞ്ഞല്ലോ പ്രായമായിട്ടൊരാള്. ഈ കാണുന്ന വകകളെല്ലാം അയാൾക്കാണെങ്കിൽ മക്കളും ഇല്ല, ഭാര്യയും ഇല്ല. അമ്മയ്ക്കാണെങ്കിൽ ഇപ്പൊ സൗണ്ടും ഇല്ല. നിനക്കറിയാമല്ലോ, ആവേശം കൂടുമ്പോ ഇപ്പൊ എന്റെ ഒച്ച പോവണം. ആവേശം കുറക്കി കണ്ടന്റ് കയറ്റി. അതെ, അപ്പൊ അങ്ങനാണെങ്കിൽ 70 വയസ്സുണ്ട്. കണ്ടു അറിഞ്ഞു നിന്നാ നിനക്ക് സ്വന്തമാണ്. 70 വയസ്സോ? എനിക്ക് കിട്ടി. അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മ ഇങ്ങനെ കാണിക്കുമ്പോഴേ അറിയാലോ എന്തോ ഉടായ്പ പരിപാടിയാന്ന്. എനിക്ക് കിട്ടി. സത്യം പറ, ഇത് അടിച്ചു മാറ്റാനാണോ എന്നെ കൊണ്ട് നിർത്തണം, അതോ പഠിക്കാൻ വേണ്ടിട്ടാണോ? ഞണ്ടോ? നിങ്ങളുടെ ഒരു ഉദ്ദേശം നടക്കത്തില്ല. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി ഞാനിവിടെ മരിക്കും. എനിക്ക് അന്തസ്സുള്ള വലിയൊരു വീട്ടിൽ നീ ചത്തു കിടക്കുന്ന കാണാമല്ലോ എനിക്ക്. എന്നാ ഒരു സ്ത്രീയോ? നിങ്ങളൊരു അമ്മയാണോ? അങ്ങനെ പറയണ്ട. നിങ്ങളൊരു അമ്മയാണോ? ഇപ്പൊ തുടങ്ങും കള്ളക്കരച്ചില്. ഇപ്പൊ വരും 10 മാസത്തിന്റെ കണക്കിപ്പോ വരും. 9 മാസം നൊന്ത് പറ്റ ഒരമ്മയുടെ മുഖത്ത് നോക്കി ചേച്ചിമാരെ, സമൂഹമേ നിങ്ങളിത് സഹിക്കുവോ? കണ്ടോ പറഞ്ഞു കേട്ടോ, ഞാനൊരു അമ്മയാണോന്ന്. ഏതമ്മ ഇത് സഹിക്കും? ഇവനെ ഒറ്റ മോനാ, പൊന്നെ പൊടിയെ കണ്ണേ കറലേ കാതേ കറന്ന് പറഞ്ഞോണ്ട് നടന്ന നിങ്ങളിത് സഹിക്കുവോ? ഞാനിതെങ്ങനെ അമ്മയാണോന്ന് എന്റെ മുഖത്ത് നോക്കി എന്റെ പൊന്നു മോൻ ചോദിക്കുക. അമ്മയാണോ? ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നീ അങ്ങനെയല്ല പറഞ്ഞത്. പലരും എന്റെ അമ്മേനെ കണ്ടിട്ട് എന്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയാണോ എന്ന് ചോദിച്ചത്. അമ്മ മനസ്സമ്മാനത്തോടെ കേൾക്കണം. എന്നെ ഇവിടെ നിർത്തരുത്. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഞാനൊരു ഏകനാമ്മ. നീ ഏകനാന്ന്. വീട്ടിലപ്പോ നീ എന്തോ ചെതറി നടക്കുമായിരുന്നു. സ്കൂള് കഴിഞ്ഞ് ഇവൻ ഇങ്ങോട്ട് വരും, ബാഗ് എടുത്ത് ഒരച്ചെറി, അത് എവിടെ പോയി വേണോ അവിടെ കിടക്കും. പിന്നെ സ്കൂൾ തുറക്കുന്നതിന്റെ അന്ന് എടുത്തോണ്ട് പോത്തുള്ളൂ. ഒരു ഫോണുമായിട്ട് വന്ന് വീടിന്റെ ഒരു മൂലയിൽ അങ്ങിയിരിക്കും. പിന്നെ പരിസരം എന്തുവാന്ന് വെച്ചാൽ ഇവൻ അറിയത്തില്ല. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഇവനെ കൂട്ടി വെച്ച് ചെലന്തി വല നെയ്യുന്നു. ഞാൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ആ 8 കാലിൽ നിന്നെ കൂടെ തട്ടിയേനടാ. നീ തട്ടിയേനെ. നീ ഏകനാന്ന് പറയുമ്പോ നീ അല്ല ഏകൻ. ആ വീട്ടിൽ ഞാനും ഇവന്റെ അച്ഛനുമാ ഏകന്മാര്. അതെ, സ്വന്തം അച്ഛന്റെ പേര് മൊബൈലിൽ എന്തോ സേവ് ചെയ്ത് വെച്ചേക്കുന്നറിയോ? പറയാറിയത്തില്ല, പറയടാ. ഡിസ്റ്റർബൻ. കണ്ടോ? പിന്നെ എന്റെ പേര് നല്ലതായോണ്ട് മാത്രം ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു. നല്ലതോ? അമ്മയുടെ പേര് എന്നാ സേവ് ചെയ്തേക്കണം? മിടുക്കിന്നല്ല, മുടക്കി. മുടക്കിന്നാ ഞാൻ അമ്മയുടെ പേര് സേവ് ചെയ്തേക്കണം. അമ്മ എനിക്ക് +2 കഴിഞ്ഞ് ഡ്യൂക്ക് ബൈക്ക് മേടിച്ചരാന്ന് പറഞ്ഞ അമ്മ അത് മുടക്കിയോ? അമ്മ മുടക്കിയില്ലേ? അടുത്തൊരു സ്കൂളിൽ ഗ്രാഫിക് ഡിസൈനിങ് പഠിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞ അമ്മ അത് മുടക്കിയില്ലേ? കൂട്ടുകാരുടെ കൂടെ മൂന്നാർ പോകാന്ന് പറഞ്ഞ് അമ്മ അത് മുടക്കിയില്ലേ? മുടക്കും. അതിനൊക്കെ മുടക്കാനായിട്ട് എന്റെ ഇതില്ലാത്തോണ്ട് ഞാൻ ഇനി മുടക്കും. അപ്പൊ നിങ്ങൾ മുടക്കി തന്നെ ഞാൻ വിളിക്കും. ഞാനാ നിന്റെ അമ്മ, നീ അല്ല എന്റെ അമ്മ. ഞാനാ നിന്നെ പ്രസവിച്ചത്, നീ അല്ല എന്നെ പ്രസവിച്ചത്. അങ്ങനെ പറയുവാണെങ്കിൽ എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? വീട് മാറിപ്പോയി. ഞങ്ങളുടെ വീടല്ല, എന്റെ വീടാണ്. അറിയാമോ?
കഥ തുറന്നു കിടപ്പോ കയറി നിന്നിട്ട് വാ വെക്കുന്നു. Who are you? യുവും കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. സോറി സാർ, ക്ഷമിക്കണേ. ക്ഷമിക്കാൻ ഇതാ ക്ഷമിക്കാനുണ്ട്. ഏതാ ഈ സീർട്ട് കുറ്റി? ഇതാ ഞാൻ പറഞ്ഞ സാറില്ലേ, ചിട്ടേ മട്ടമുള്ള സാറ്. ആ സാറ് ഇപ്പൊ. ആണോ? സിനിമയെ പോലും നായകൻ ഇത്രയും പഞ്ചില്ല. ഞാൻ വിചാരിച്ചു വലിയ എന്തോ സംഭവമാണ്. ഇത് അരക്കഷ്ണം പുട്ടുപൊടി. മിണ്ടരുത്. സാറേ, എന്റെ പേര് ഓമൻ. ചിലപ്പോ സാറ് മറന്നു കാണും. ഓമനോ എന്ന് പറയുമ്പോ മറക്കാൻ വേണ്ടി യാത്ര പൊട്ടായിരുന്നല്ലോ. ഇപ്പൊ രീതി പറഞ്ഞത് ഓമനാന്ന്. അതെങ്ങനെ മറക്കുന്നത്? 15 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ചാക്കോ ഇല്ലായിരുന്നോ? 15 വർഷത്തിന് മുമ്പ് ചാക്ക് മാത്രമല്ല, ഇവിടെ സഞ്ചി ഉണ്ടായിരുന്നു. അമ്മേ ഓമനെ അല്ല സാർ, ഞാൻ പറഞ്ഞു തന്നത് 15 വർഷം മുമ്പേ ഇവിടെ ജോലി ചെയ്തൊരു ചാക്കോയുടെ ഭാര്യയാണ് ഞാൻ, ഓമന. 50 years old. ഓർത്തോക്കെ സാറൊന്ന്. പിന്നെ അത് ആന്റിനെയോ? ഓ ചാക്കോ. ചാക്കോട് ഇത് എന്റെ മോൻ എൽദോ. എന്തോ അല്ല, എൽദോ. ഇതാണ് എൽദോ. അമ്മ ഓമനെ അങ്കിളുടെ പേരെന്നാ? No call me uncle, only sir. സാറൊന്ന് വിളിക്കണം. സാറിന്റെ പേരെന്താ? എന്റെ പേരോ ടോം. ഇതിലും അത് പടക്കം തൊടാൻ പാടില്ലായിരുന്നു. ടോം, ചിട്ടയിൽ ടോം. അറിയാം. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ അവിടുന്ന് വിളിച്ചായിരുന്നു. പക്ഷെ ഇവിടുന്ന് മറുപടി ഒന്നും കിട്ടിയില്ല. വയനാട്ടിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി തരാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് വിളിക്കണം എന്നെ. അങ്ങനെ വിളിച്ച് നല്ല സാറേ പറഞ്ഞു. അമ്മേ ഓമനെ ഓ അല്ല സാറേ, ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോൾ ഇവിടെ ലാൻഡ് ഫോണിൽ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ സാർ കോൾ എടുത്തില്ല. ഞാൻ ഫോൺ അങ്ങനെ ഫോണുകളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ വീട്ടിൽ. എനിക്ക് ഫോൺ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല. മറ്റൊരാളും ഫോൺ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചിട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിട്ട. എനിക്ക് പത്തനംതിട്ട പോലും എനിക്കൊന്നുമല്ല. അതുപോലെ ചിട്ട എനിക്ക്. അതെ, അറിയാം സാറേ. പിന്നെ ഞങ്ങള് ഈ ഫോണല്ലേ കിടക്കുന്നത്? കളിക്കുന്നത്. ഓ സാറേ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാ, ഞങ്ങള് ഇവിടുന്ന് 15 വർഷം മുന്നേ പോയല്ലോ. കൊറേ നാള് ഞങ്ങള് ചെങ്ങന്നൂർ ഉണ്ടായിരുന്നു സാറേ. ചെങ്ങന്നൂർ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ അങ്ങോട്ട് നിന്നിട്ട് രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടല്ല, ഒരു പച്ച പിടിച്ചില്ല. പിന്നെ ഞങ്ങൾ തണ്ണീർമുക്കം പോയി. അവിടെ ഒരു 4-5 മാസമൊക്കെ നിന്ന് കഴിഞ്ഞിട്ടാ പിന്നെ ഞങ്ങൾ കാട് കയറി അങ്ങ് പോയത്. കൂടുതൽ കാട് കയറാതെ വന്ന കാര്യം പറയൂ. വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞില്ലേ സാറേ, മോനെ അവൻ +2 ജയിച്ചു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും ഞങ്ങളുടെ ഒരു ടെൻഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറിനെ പുറത്തൊന്നും കണ്ടില്ല കേട്ടോ. പിന്നെ ഈ വീടിനകത്തുണ്ടോ എന്നുള്ളൊരു സംശയം കാരണം ഞങ്ങൾ സംശയം മൂക്കുവാണെങ്കിൽ ഈ വീട് പിടിച്ചൊന്ന് കുലുക്കി നോക്കത്തില്ലായിരുന്നു. ഞാൻ ഉണ്ടോന്ന് അറിയാമല്ലോ. അപ്പം അങ്ങനെ ഒരു സംശയത്തിലാ വന്നത്. അപ്പം ഇവിടെ നമ്മുടെ സാറിന്റെ വീടിന്റെ അടുത്തൊരു കോളേജ് ഇല്ലായിരുന്നോ? അതല്ലേ, സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പ്രിൻസിപ്പാൾസുകളുണ്ട് അവിടെ. ഒരു കോളേജിൽ ഒരു പ്രിൻസിപ്പാളേ ഉള്ളൂ. മാറി പ്രിൻസിപ്പാൾ മാറി സമ്മതിച്ചു കൊടുത്തേക്ക്. നിനക്ക് എന്താ വേണം? അതെ, സാർ പറയുന്ന എല്ലാം കറക്റ്റാ. അപ്പം ഈ വീട്ടിൽ നിന്ന് ഇവനെ ഇങ്ങനെ പഠിപ്പിച്ചാലോ എന്ന് കാണിക്കാനാ? അല്ലെ, അതല്ല, ഇവിടെ നിർത്തി ഇങ്ങനെ പഠിപ്പിച്ചാലോ എന്ന് ഞാനും ചായനും അത് തന്നെ. പണ്ടത്തെ ശീലം മാറിയിട്ടില്ല. ആവശ്യം കൂടുമ്പോ വെച്ചു ആവേശം കുറയ്ക്കാ ഒച്ച കൂട്ട്. അതായത് ഇവനെ ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് സാറിന്റെ കൂടെ ആകുമ്പോ ഒരു മര്യാദയൊക്കെ ഉണ്ടാകുമല്ലോ. അന്ന് വെച്ചിട്ടാ ഞാൻ ഇവനെ ഇവിടെ നിർത്താന്ന്. മര്യാദ വേണം. ഇവിടെ നിൽക്കുന്നെങ്കിൽ മര്യാദയും കാര്യങ്ങളും ഒക്കെ വേണം. മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചിട്ടയോട് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. സാറേ, മൂത്രമൊഴിക്കുന്ന സ്ഥലം എവിടെയാ? എത്ര വയസ്സുണ്ടാ? 17 വയസ്സ്. മൂത്രമൊഴിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് അങ്ങോട്ട് പോകണം. ആ റൈറ്റ് തിരിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ആ ടോയ്ലറ്റിൽ കയറണം. അതെന്റെ ടോയ്ലറ്റാ. അപ്പുറത്തൊരു മറയുള്ള ഒരു സാധനം ഉണ്ട്, അവിടെ വിട്ടു. ഇതിനും ഭേദം പറമ്പിൽ പോയി ഒഴിക്കണതാ. പറയൂ ഓമന. നന്നായിട്ട് പോകുന്നു സാറേ. സാറ് എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? അതെ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഇല്ല, മക്കളില്ല. പിന്നെ 10-70 വയസ്സാകാറായി. പിന്നെ ഈ തറവാട് കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോകുമെന്നൊരു പേടി ഇരിക്കുന്നത്. അത് സാരമില്ല സാറേ, അത് കുഴപ്പമില്ല. അത് സെറ്റ് ആവും. സെറ്റാക്കി എടുക്കണം. ഞങ്ങൾക്കൊന്നും ഇല്ല സാറേ. അതായിക്കോളൂ. ആരെങ്കിലും എന്തെങ്കിലും തന്ന് സഹായിക്കുമല്ലോ. എത്ര ആൾക്കാരുണ്ട്, സഹായിക്കുകയൊക്കെ ചെയ്യും.
പിന്നെ അവന് എന്ത് ചെയ്യുന്നു ചാക്കോ? ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആരാകാരി പറയുന്നു? ചാക്കോ അച്ഛൻ വെറുതെ ഇരിക്കുമല്ലേ? വെറുതെ ഇരുന്നോണ്ട് ബിസിനസ് വാടാ ഇവിടെ. എടാ എങ്ങനെ ഉണ്ടായിരുന്നു? വയനാട്ടിൽ നിന്ന് വരെ പിടിച്ചു വെച്ചേക്കൊണ്ട് പെട്ടെന്ന് മൂത്രം പോയി. ഇവിടെ കറങ്ങി ചുറ്റുവട്ടങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. സാറ് പറയുമായിരുന്നല്ലോ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഒന്നും നോക്കി നടത്താൻ വേറെ ആരും ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാർ ഇങ്ങനെ ചിട്ടയ്ക്കൊക്കെ വേണം ജീവിക്കാം. അങ്ങനെ സ്നേഹമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളടാ. നിന്നെ കാര്യമായിട്ട് നോക്കും, നിന്നെ മോനെ പോലെ നോക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുന്നത് ഭാര്യയൊന്നും ഇല്ലടാ ചെറുക്കാ. നീ സെക്കൻഡ് വേൾഡ് വാർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററി ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കൊച്ചച്ഛൻ ഉപയോഗിച്ചതാണ് വേൾഡ് വാറിൽ ഇങ്ങനെ ഉപയോഗിച്ച് തോക്കായി സാർ. അല്ലെ ഇവനുമായിട്ട് യുദ്ധം ചെയ്യണ്ട സാറേ, ചെറുതായിട്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ല കൊച്ചച്ഛൻ ഉപയോഗിച്ചാൽ ഞാൻ ഇങ്ങനെ തുടച്ചു വെക്കും. കൊച്ചച്ഛനും അങ്ങനെ ഒരു ശീലമുണ്ട്, ഇങ്ങനെ തുടക്കുന്ന ശീലം. അപ്പൊ നമ്മള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ തുടച്ചു വെക്കും. കൊച്ചച്ഛൻ എന്തിയെ? വേൾഡ് വാറിൽ ഒരു വെടി വെച്ച് കഴിഞ്ഞിട്ട് കൊച്ചച്ഛന് തുടച്ചോണ്ടിരുന്നപ്പോൾ അടുത്ത വഴി വന്ന് കൊച്ചച്ഛനെ നെഞ്ചത്തങ്ങ് കയറി. അങ്ങനെ ഞങ്ങൾ ഇതിന് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന തോക്കാണ്. അതിൽ ഒരു ഉണ്ടയുടെ ഇത് കിടപ്പുണ്ട്, അത് പ്രയോഗിക്കാൻ ഇട വരുത്തരുത്. ഭാര്യയൊക്കെ എന്തേ? ഭാര്യ only 1 week കൂടെ ഉണ്ടായിരുന്നു, കളഞ്ഞിട്ട് പോകും. അതല്ലേലും അങ്ങനെ അത് മേലെ ഒന്ന് ആരായാലും കളഞ്ഞിട്ട് പോകും. ഒരു വീക്ക് കൊടുത്തപ്പോ പോയെന്ന് പറഞ്ഞു. 1 week എന്നാ പറഞ്ഞത്. കേട്ടിട്ടുണ്ടോ? ഇത് അടുപ്പിന്റെ ചോട്ടിന്ന് പറയാൻ പാടില്ലായിരുന്നു. അത് തീ പെട്ടെന്ന് കത്തൂല്ലോ. ഓമനെ സാറേ ഇവിടെ നിർത്താനോ? സാറിന്റെ ശീലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ഇവൻ ഇവിടെ നിൽക്കും. എന്റെ ശീലങ്ങളെല്ലാം ഇവനെ ഞാൻ പഠിപ്പിക്കും. ആദ്യം ഞാൻ കഴിക്കട്ടെ. പഠിത്തത്തിലൊക്കെ എങ്ങനെ ഇവൻ? പഠിത്തത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ ഇവന്. സത്യം പറഞ്ഞ വേറുള്ള കാര്യത്തിൽ ഇവൻ തലയിടാറേ ഇല്ല. അനുസരണയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ട് സാറേ. If you want something, first you ask me, okay? ഇഷ്ടപ്പെട്ടില്ല. അയാളുടെ മുഖം കണ്ട അറിയത്തില്ല ഇത് ഇഷ്ടപ്പെട്ടില്ലത്. അതല്ല, അതിനകത്ത് പഞ്ചസാരയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊണ്ട് കളയുവാണ്, ഞാൻ തിന്നോളാം. ഈച്ച വന്ന് പിടിച്ച എനിക്ക് ഇഷ്ടമല്ല. ഒരു 70 ലക്ഷം കിട്ടുന്ന പരിപാടി പറയട്ടെ. എന്റെ പേരിൽ ഇൻഷുറൻസ് എടുക്കാമോ? ഈ വട്ടൻ എന്നെ കൊല്ലൂല്ലോ. ചോദിക്കട്ടെ, നിന്റെ അച്ഛൻ ചാക്കോ ഇവിടെ 15 വർഷത്തിന് മുമ്പ് ജോലി ചെയ്തായിരുന്നു. അവൻ വലിയൊരു മണ്ടനായിരുന്നു. അവൻ എന്റെ ഇതാണ് ബുദ്ധി കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോയത്. മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇവിടെ ജോലി ചെയ്ത സമയത്ത് എന്നോട് ഞാൻ പറഞ്ഞാ തേങ്ങ ഇടാൻ പറഞ്ഞു. ഇവൻ തെങ്ങിന്റെ മേളിൽ കയറിയിട്ട് എന്റെ ചോദിക്കുക ഏതാ വിളഞ്ഞാൽ. ബുദ്ധി എന്റെ ആയിരുന്നു, ഞാൻ കൂടെ കയറി തോളത്ത് താങ്ങിട്ടേ പറഞ്ഞു ഈ തേങ്ങ അടച്ചു എന്നിട്ട് ഞാൻ നിരങ്ങി താഴെ ഇറങ്ങി വന്നു. അല്ലെങ്കിൽ അവൻ ആ തേങ്ങ അടച്ചിട്ട് എന്റെ ഉച്ചയ്ക്ക് പോലാണെങ്കിൽ എന്റെ ബുദ്ധിക്ക് ഭംഗം വന്നതിനായിരുന്നു. ഒരു ദിവസം അവനോട് ഞാൻ രാത്രി പറഞ്ഞു നാളെ രാവിലെ ചന്തയിൽ പോകണമെന്ന്. അവൻ വെളുപ്പിന് എന്റെ ചന്തയിലങ്ങ് പോയി. എന്താ വാങ്ങിക്കാന്ന് അറിയത്തില്ലല്ലോ. ഞാൻ കൂടെ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് അവരെ കൊടുത്തിട്ട് ഞാൻ വേറെ വണ്ടി വിളിച്ച് ഇവിടെ വന്നു. അങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളെന്നൊക്കെ ആ മണ്ടത്തിലൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ഇല്ല, ഞാൻ രക്ഷപ്പെടും കേട്ടോ. അമ്മേ ഓമനെ നീ ഈ മുട്ടുമടക്കാതെ കാലിന്റെ വിറകെ തൊടൂ. ഓമനെ തൊടൂ. ഞാനോ? മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കണം. മാതാപിതാക്കളെ കണ്ടാണ് മാതാപിതാക്കളാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് പിള്ളേർക്ക്. മാതാപിതാക്കൾ പറയുന്ന പോലെയാണ് പിള്ളേർ പഠിക്കുന്നത്. ചിട്ട മാതാപിതാക്കളിൽ നിന്നാണ് കിട്ടേണ്ടത്. സാറ് തൊട്. എന്ത് എനിക്കറിയത്തില്ല സാറേ. തൊട്ട് നോക്കൂ. ഓമനെ തൊട്ട് നോക്കൂ. അമ്മയ്ക്ക് അറിയത്തില്ല. സാറ് തൊട്. ഞാൻ തൊട്ടില്ല. തൊട്ടു. സാറ് തൊട്. ഓമന് തൊടേ. സാറ് തൊട്. ചിട്ടയാ പറയുന്നത്. ഓമന് തൊടേ. ഇയാള് തൊടറോ? ഓമന് തൊടേ. ഇയാള് തൊടറോ? താനുണ്ടാക്കണോ? താനുണ്ടാക്കാൻ വന്നപ്പോ തുടങ്ങിയാൽ ഈ അരക്കൊറ്റിപ്പുട്ട് നമ്മളെടുത്ത് കണ്ട് ചൂടാവാൻ വേണ്ടിട്ട് ഇതിനെ എങ്ങനെ സംസാരിക്കണം? മാറിയുന്നേ. താനുണ്ടാക്കണോ? തൊറോ തൊറോ തൊറോ. താനുണ്ടോ എനിക്ക് ഇങ്ങനെ കാണിക്കണം? വന്നപ്പോ അതിൽ തുടങ്ങിയല്ലോ പുട്ടേ. താൻ ആരാന്നോടോ തന്നെ വിചാരം? തന്നോട് ആരെങ്കിലും മിണ്ടുവോടോ? തന്നോട് ആരെങ്കിലും മിണ്ടുവോ? താൻ ഇത്രയും വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അടയിരുന്ന വലിയ ആളാവോടോ? ഗോൾഫ് വന്നേ. താൻ എന്നെ കുറിച്ച് അറിയത്തില്ല. താൻ വയനാടെന്ന് ചോദിക്കണോ? ഞാനാണത് കാണിച്ചത്. താൻ എന്തോ പറഞ്ഞല്ലോ താൻ വായിക്കുന്നു. താൻ എന്തോ കോപ്പ് വായിക്കുന്നാണോ താൻ പറയണത്? പുസ്തകോ? ആരാടോ? പൗലോ കൊയിലോ ആരാടോ? എനിക്കറിയാം. കാക്കമ്മയുടെ കുട്ടി മുട്ടയിട്ടാ. അതാരാ? ഞാൻ ചോദിച്ച പൗലോ കൊയിലോ ആരാടോ? തനിക്കറിയത്തില്ലല്ലേ? തനിക്കറിയത്തില്ല. ആൽക്കമിസ്റ്റ് എന്താണോ പറയണോ? എനിക്കറിയാം. ഞാൻ കഴിച്ചിട്ടുണ്ട്. മിൽക്ക് മിസ്റ്റ് അല്ലേ? ഇവരാണോ വായിക്കണത്? അയാൾ വായിക്കാൻ അയാൾ വന്നപ്പോഴൊരു ചിട്ട. അയാളുടെ ഒരു ചിട്ട. ഇവിടെ താൻ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുവോ? ഞാൻ അറിയത്തില്ലല്ലോ. വന്നാലും ഞാൻ ചത്ത് കിടക്കും. ഇയാളുടെ ഒരു ചിട്ട. തനിക്ക് നാണം ഉണ്ടോ? താൻ എന്തോടോ കഴിക്കണം രാവിലെ എണീറ്റ്? ബ്രെഡ്. ഇവിടെ താൻ അൽഫാം മന്തി എന്ന് കേട്ടിട്ടുണ്ടോ? താനത് തിന്നിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ജീവിതമാണോടോ? അയാൾ വന്നപ്പോ അയാളുടെ ഒരു ചിട്ട അഹങ്കാരം. നമ്മുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു കേട്ടില്ലേ അമ്മ? ഞാൻ വേണ്ടെന്ന് വിചാരിച്ചപ്പോ വെച്ച് കേട്ടിത്തരങ്ങ.
അയാളുടെ ഒരു തൊപ്പി. ഞാൻ നല്ല മര്യാദക്ക് ഇതിന് ഇച്ചിരി എടുത്തപ്പോ എന്നായിരുന്നു? ഞങ്ങൾ എന്നെ മടക്കസ്ഥാൻ കാണാത്ത നാട്ടിൽ നിന്ന് വരുവാണോ? ഇതിന് നല്ലത് നമ്മുടെ അവിടെ ഇല്ലേ അമ്മേ? നീ തിന്നി തിന്നി. എനിക്ക് എന്റെ കോണം എനിക്ക് എനിക്കറിയാമായിരുന്നു എന്റെ പൊന്നി സാറേ ഇത് ഇങ്ങനെ വരുത്തുള്ളന്ന്. ഈ ചെറുക്കൻ ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്തത് കൊണ്ടാ സാറിന്റെ അടുത്തോട്ട് വന്നത്. ക്ഷമിക്കണേ സാറ്. ഇപ്പൊ ഓമന ഇവിടുന്ന് പോണം, ഇവനെ ഇവിടെ വേണം. ഇവിടെ പഠിപ്പിച്ചതാടാ സാധനങ്ങളൊക്കെ എന്നോട് പഠിപ്പിച്ചാ പഠിപ്പിച്ചു തരാനോ? അമ്മേ സന്തോഷമായി എന്റെ പൊന്നി സാറേ. അവിടെ പോവാണോ? വീടല്ലേ ഉമ്മ തരല്ലേ?